പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അശോകൻ, പ്രബ്സ്കെയിൽ മലയാള വിഭാഗം അധ്യാപകനാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ HST മലയാളം ലോങ് ടേം കോഴ്സ് ആരംഭിക്കുന്ന വിവരം അറിയിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ HSST മലയാളവും കമ്പ്യൂട്ടർ സയൻസിൻ്റെ എല്ലാ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ആഗസ്റ്റ് 8-ാം തീയതി പരീക്ഷയാണ്. നമ്മളതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികളിലാണ്. അതിൻ്റെ മോഡൽ പരീക്ഷകൾ ഒക്കെ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ HST ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ്, മാത്സ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ HSA ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുകയാണ്. മലയാളവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2022 ജൂണിലാണ് നമ്മുടെ HST മലയാളം നടക്കുന്നത്. 22 ജൂണിൽ പരീക്ഷ നടന്നു, ഇൻ്റർവ്യൂ പൂർത്തീകരിച്ചു. 2023 ലിസ്റ്റ് വന്നു, നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിയമനമൊന്നുമില്ല എന്ന് നമ്മളിങ്ങനെ പരിതപിക്കുന്നൊരു ഘട്ടത്തിലാണ് നല്ല രീതിയിൽ HST മലയാളത്തിൽ നിന്ന് നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നാക്ക ജില്ലയായിരിക്കുന്ന കാസർഗോഡെല്ലാം 40ൻ്റെ മേൽ നിയമനം, കോഴിക്കോടും ഒക്കെ തന്നെ നല്ല നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്ന് പരീക്ഷ എഴുതാൻ കഴിയാത്ത ആളുകൾക്കും അതിനുശേഷം BEd കഴിഞ്ഞ ആളുകൾക്കുമെല്ലാമായി ഇനി 2023 ലിസ്റ്റ് വന്നാൽ 2026 അടുത്ത ലിസ്റ്റ് വരേണ്ടത്. അപ്പോൾ 2025 മിക്കവാറും നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരു ദീർഘകാല രീതിയിൽ പദ്ധതി ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പണ്ടെല്ലാമാണെങ്കിൽ ഒരു 6 മാസം 7 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം ആണ് നമുക്കൊരു ഡ്യൂറേഷനായി വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴത് പോരാ. ഇപ്പോൾ HST മലയാളത്തിൻ്റെ സിലബസ് എല്ലാം വളരെ പുതുക്കി വലിയ സിലബസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലോങ് ടേം ആയിട്ട് തന്നെ ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ അത്രയും കാലഘട്ടത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് പോയാൽ നമുക്കൊരു 30-ൻ്റെ 40-ൻ്റെ ലിസ്റ്റിൽ കയറാൻ, ഒരു 25-30-ൻ്റെ അടുത്തൊക്കെ ലിസ്റ്റിൽ കയറാനായിട്ട് നമുക്ക് ഉള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, പ്രബ്സ്കെയിൽ ഈ അധ്യാപക തസ്തികകളിലേക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി കോഴ്സ് നടത്തുന്നുള്ള ഒരു മൊബൈൽ ആപ്പാണ്. ഇപ്പോൾ തന്നെ LP UP നമ്മൾ അതിൻ്റെ അവസാനഘട്ട വർക്കുകളിലാണ്. 6-ാം തീയതിയായിട്ടും 20-ാം തീയതിയായിട്ടും കുട്ടികൾ പരീക്ഷയ്ക്ക് പോവുകയാണ്. നമുക്ക് ഏതാണ്ട് ഒരു 60 ബാച്ചോളം LP UP ബാച്ച് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു ക്രാഷ് ബാച്ചും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 1.5 വർഷം 2 വർഷം മുമ്പ് നമ്മൾ ആരംഭിച്ചതാണ്. പൂർണ്ണമായി പാഠഭാഗങ്ങൾ തീർത്ത് നമ്മൾ ടോപ്പിക് വൈസ് എക്സാമുകൾ, മോഡൽ പരീക്ഷ, ഏതാണ്ട് വളരെയധികം പരീക്ഷകളൊക്കെ എഴുതി കുട്ടികൾ നല്ല സംതൃപ്തിയോടുകൂടി പരീക്ഷയ്ക്ക് പോവുകയാണ്. അതേപോലെ തന്നെ HSST ക്ലാസ്സുകൾക്കെല്ലാം വളരെ വലിയൊരു പ്രാധാന്യം പ്രബ്സ്കെയിൽ നൽകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ LP UP ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് ഒരു 600-700 ആളുകൾ തന്നെ നമുക്ക് വളരെ സേഫ് സോണിലായിട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിൽ 10-600 ആളുകൾ ഇതിനകം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ജോലിയിൽ പ്രവേശിച്ച ആളുകളെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്, അതിന് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം ആവശ്യമായ തിരുത്തലുകൾ വരുത്തി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പ്രബ്സ്കെയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ HSA ക്ലാസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് HSA മലയാളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. HSA മലയാളത്തിൻ്റെ സിലബസ് ഇന്ന് പരിചയപ്പെടുത്തും. ഏത് രീതിയിലുള്ളൊരു സ്റ്റഡി പ്ലാനാണ് നമുക്കുണ്ടാവേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് നിലവിൽ നമുക്കുള്ള ഒരു സിലബസ് ഉണ്ടല്ലോ HSTക്ക്, അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിൽ ചെറിയൊരു മാറ്റം ഏതായാലും പരീക്ഷയോടനുബന്ധിച്ച് PSC വരുത്തും എന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, കൂട്ടിച്ചേർക്കലുകൾ ആണ് സ്വാഭാവികമായും ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്, ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് നമ്മൾ പറയാറുണ്ട്, എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സന്നാഹങ്ങളും, എല്ലാ രീതിയിലുള്ള നമ്മളിപ്പോൾ വീഡിയോ ക്ലാസ്സുകളുണ്ട്, ഇൻ്ററാക്ഷൻ ക്ലാസ്സുകളുണ്ടാകും, PDF നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ആ രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് പ്രബ്സ്കെയിൽ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ HST വിഭാഗം എല്ലാ കോഴ്സുകളും ആരംഭിക്കുകയാണ്. അതിൽ മലയാളത്തിൻ്റെ കാര്യമാണ് ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള സിലബസിന് 2 പാർട്ടാണുള്ളത്. ഒന്ന് പാർട്ട് എ. നിങ്ങൾക്കറിയാം പാർട്ട് എ എന്ന് പറയുന്നത് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അല്ലേ. ഈ ഭാഗത്ത് നിന്ന് 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നായിരിക്കും. അപ്പോൾ അതിൽ അവർ തന്നിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് അല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പൊതുവായ ചോദ്യങ്ങളാണ് അല്ലേ. റിനൈസൻസിനെ കുറിച്ച്, നവോത്ഥാനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ വരുന്ന ചോദ്യമാണ് അവിടെ നിന്നുണ്ടാവുക. രണ്ടാമത് വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സാണ്. ഇപ്പോൾ ഈ നിലവിലുള്ള ആനുകാലിക വിവരങ്ങൾ അതേക്കുറിച്ചൊരു ചെറിയ ധാരണ. അപ്പോൾ ഈ 2 ഭാഗത്തു നിന്നും കൂടി ഏതാണ്ട് 15 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ആ ഭാഗത്തു നിന്ന് വരുന്നത് ശരാശരി. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം. പിന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ്ങിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഭാഗത്ത് മലയാള ബോധനശാസ്ത്ര അല്ലെങ്കിൽ പഠനശാഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെത്തഡോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് വരുന്നത്. അവിടെ പ്രധാനമായിട്ട് നമ്മുടെ മലയാളം പഠിപ്പിക്കുന്നതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായും അവിടെ വരുന്നത്. അവിടെ ഈ ഭാഷ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠന രീതികളെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 20 മാർക്കിൻ്റെ ചോദ്യമാണ് ആ ഭാഗത്ത് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ വിഷയത്തിലേക്ക് നോക്കാം. നമ്മുടെ മലയാളവുമായി ബന്ധപ്പെട്ട് ഉള്ളത് പാർട്ട് ബി. ഏതാണ്ട് 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നൊരു ഭാഗമാണ് കവിത അല്ലേ. മലയാള കവിത നിങ്ങൾക്കറിയാം, ഏതൊരു പരീക്ഷകളിലും HSST ആയാലും HST ആയാലും കോളേജ് അധ്യാപകരുടെ പരീക്ഷയായാലും ഒക്കെ കവിതയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കൊരു പ്രാധാന്യം. ഏതാണ്ട് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നാണ് വരുന്നത്. അതിൽ പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ എന്നാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഏതാണ്ട് നമ്മൾ പഠിച്ചു പോകാനായിട്ടുള്ള ഒരു സൂചനകൾ മാത്രമാണിത്. ഈ സിലബസിൽ മാത്രം നമുക്ക് ഒതുങ്ങി നിന്നാൽ പറ്റില്ല. ഇതോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു പോവേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ പാട്ടുപ്രസ്ഥാനം ഒന്നാമത്തത് ഏതാണ്? പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ലക്ഷണം ലീലാതിലകത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടി വരും. അപ്പോൾ ലീലാതിലകം മണിപ്രവാള ലക്ഷണം ഗ്രന്ഥമാണെങ്കിൽ പോലും അതിൽ സാന്ദർഭികമായി അക്കാലത്തുണ്ടായിരുന്നൊരു പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ മെതുക മൗനാവൃത്ത വിശേഷയുക്തം പാട്ട് എന്ന പാട്ടിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ആ പാട്ടുപ്രസ്ഥാനത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ചില കൃതികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാമചരിതം പാട്ടുപ്രസ്ഥാനത്തിലെ ആദ്യ കൃതി എന്നുള്ളതിലേക്ക്, മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം. ആ പാട്ടുപ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് രാമചരിതം. അപ്പോൾ രാമചരിതത്തിൻ്റെ ഭാഷ, രാമചരിതം കൊണ്ടുവട്ട് വെളിയിൽ കൊണ്ടുവന്നത്, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ കർത്താവ്, അതിൽ പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ അല്ലേ, ദ്രമിഡ സംഘാതാക്ഷരം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡിയാണ് നമുക്കവിടെ വേണ്ടത് അല്ലേ. രാമചരിതം വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അല്ലേ. മലയാള പദ്യ സാഹിത്യത്തിലെ ആദ്യ കൃതി എന്നുള്ള നിലയ്ക്ക് വളരെ ശ്രദ്ധേയമാണ് ഏത് കൃതി? രാമചരിതം. അതിനുശേഷം വരുന്ന ഗോവിന്ദൻ എഴുതിയിരിക്കുന്ന തിരുനിഴൽമാല, ഡോക്ടർ M പുരുഷോത്തമൻ നായർ വെളിയിൽ കൊണ്ടുവന്ന തിരുനിഴൽമാല അല്ലേ. ഗോവിന്ദൻ ചൊൽ തിരുനിഴൽമാല, ആറന്മുള ശ്രീകൃഷ്ണനെ ബലിയർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളൊരു കൃതിയാണ് തിരുനിഴൽമാല. അതിൻ്റെ ചരിത്ര പരാമർശങ്ങൾ, അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്കവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിരണം കൃതികൾ, പാട്ടുസ്ഥാനത്തിൻ്റെ 2ാം ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന നിരണം കൃതികൾ രാമപ്പണിക്കരും മാധവപ്പണിക്കരും ശങ്കരപ്പണിക്കരും നിരണത്ത് കരുണേശനും അല്ലെ തൃക്കപാലീശ്വര ക്ഷേത്രവും അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഭാരതമാല, ഭാഷാ ഭഗവത്ഗീത, കണ്ണശരാമായണം, കണ്ണശഭാഗവതം, കണ്ണശഭാരതം അല്ലേ, ശിവരാത്രി മഹാത്മ്യം എന്ന അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര കൃതി എന്ന് പറഞ്ഞാൽ നിരണം ദേശവുമായിട്ട് വന്നിട്ടുള്ള നിരണം കൃതികളുടെ പൊതുവായ ഭാഷാപരമായ സവിശേഷതകൾ എല്ലാം വിശദമായി പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് പാട്ടിൻ്റെ നാടോടി സ്വഭാവമാണ് തെക്കൻ പാട്ടും വടക്കൻ പാട്ടും. നമ്മുടെ കവിതാ സാഹിത്യത്തിൻ്റെ അടിസ്ഥാന ശൈലി എന്ന് പറയുന്നത്, അടിവേരുകൾ എന്ന് പറയുന്ന നാടൻ പാട്ടുകളാണ്. ഇപ്പോൾ നാടൻ പാട്ടുകളുടെ പൊതുവായ സവിശേഷതകളുണ്ട്. അതിൽ നാടൻ പാട്ടുകളെ തെക്കൻ പാട്ടെന്നും വടക്കൻ പാട്ടെന്നും അല്ലേ, അഞ്ചുതമ്പുരാൻ പാട്ടും അതുപോലെ തന്നെയുള്ള ഉലകുട പെരുമാൾ പാട്ടും ഇതൊക്കെ തന്നെ വളരെ പ്രസിദ്ധമായിട്ട് അക്കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പാട്ടുകൃതികളെക്കുറിച്ച്, പയ്യന്നൂർ പാട്ട് ഏറ്റവും പ്രാചീന കൃതിയായിരിക്കുന്ന പാട്ടുകൃതിയായിരിക്കുന്ന പയ്യന്നൂർ പാട്ട്, അതേക്കുറിച്ചെല്ലാം നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വടക്കൻ പാട്ട് അല്ലേ, കണിയാങ്കുളത്ത് പോർ എന്ന് പറയുന്ന കൃതി മുമ്പ് ചോദിച്ചിട്ടുണ്ട് തെക്കൻ പാട്ടിൽ. ഇരവിക്കുട്ടിപ്പിള്ള പോരിൻ്റെ മറ്റൊരു പേരാണല്ലോ അത് അല്ലേ.
അതേപോലെ തന്നെ വടക്കൻ പാട്ടിൻ്റെ 3 വിഭാഗങ്ങൾ അല്ലേ, വടക്കൻ പാട്ടുകൾ, പിന്നെ തച്ചോളിപ്പാട്ടുകൾ, പുത്തൂരൻ പാട്ടുകൾ, ഒറ്റപ്പാട്ടുകൾ അല്ലേ, ആ വടക്കൻ പാട്ടുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കൃതികൾ, അതിൻ്റെ പ്രധാന പഠനശാഖകൾ ഒക്കെ നമുക്ക് വടക്കൻ പാട്ടിനെ കുറിച്ച്, അതുപോലെ തന്നെ അവിടെ സൂചിപ്പിക്കാതെ മാപ്പിളപ്പാട്ട് പറയാം, മാപ്പിളപ്പാട്ട്, ക്രിസ്തീയ ഗാനങ്ങൾ അല്ലേ, മോയിൻകുട്ടി വൈദ്യുതൊക്കെ ചോദ്യങ്ങളിൽ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പാട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി തന്നെയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അടുത്തത് രണ്ടാമത് മണിപ്രവാള പ്രസ്ഥാനമാണ് അല്ലേ. മലയാള സാഹിത്യം 2 കൈവഴികളിലൂടെയാണ് പൊട്ടിമുളച്ചത്, പാട്ടുപ്രസ്ഥാനമെന്നും മണിപ്രവാള പ്രസ്ഥാനമെന്നും. ഏതാണ്ട് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ തന്നെ, നിരണം കൃതികൾ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് വികാസം പ്രാപിച്ചിട്ടുണ്ട്, മണിപ്രവാള ഭാഷ അല്ലേ, മണിപ്രവാള സാഹിത്യമെന്നും മണിപ്രവാള ഭാഷയെന്നും അതിൻ്റെ 2 കൈവഴികൾ. അതിൽ ആദ്യ കൃതിയായിരിക്കുന്ന വൈശികതന്ത്രം, അവസാന കൃതിയായിരിക്കുന്ന ചന്ദ്രോത്സവം, അതിനിടയിൽ വരുന്ന പ്രാചീന മണിപ്രവാള ചരിതങ്ങൾ, അച്ചി ചരിതങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം പോലുള്ള പ്രാചീന ചരിതങ്ങൾ, അതിൻ്റെ പൊതുവായ സവിശേഷതകൾ, അതിൻ്റെ ചരിത്രപരമായ സവിശേഷതകൾ, ആ കൃതി നൽകുന്ന ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അങ്ങാടികൾ, ഇതൊക്കെ തന്നെയും പൊതുവായിട്ട് ആ ഭാഗത്ത് നമ്മൾ പഠിച്ചു പോവേണ്ടതായിട്ട് ഉണ്ട്. ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ നീണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഏതാണ്ട് കൃത്യമായി നമുക്ക് പറഞ്ഞാൽ ഒരു 100-400 കൊല്ലക്കാലത്തോളം മലയാള സാഹിത്യത്തെ അടക്കി ഭരിച്ചിരുന്നത് ഈ മണിപ്രവാള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ, ഭാഷാപരമായ പ്രത്യേകതകൾ, ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്നതിൻ്റെ ലക്ഷണം എന്താണ്, ഭാഷ എന്താണ്, സംസ്കൃതം അല്ലേ, യോഗം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ച് അതിൻ്റെ സൂക്ഷ്മമായ ഓരോ തലത്തിലും പഠിച്ചു പോവുക എന്നുള്ളതാണ് ആ ഭാഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതിൻ്റെ ലക്ഷണം, പ്രാചീന ചമ്പുക്കൾ അല്ലേ, പ്രാചീന മണിപ്രവാള ചമ്പുക്കൾ, മധ്യകാല മണിപ്രവാള ചമ്പുക്കൾ അല്ലേ, പിന്നെ രാമായണം ചമ്പു, ഭാഷാനൈഷധം ചമ്പു, രാജരത്നാവലിയം, കൊടിയവിരഹം, അതുപോലെയുള്ള പ്രാചീനമായ കൃതികളെല്ലാം നമുക്കൊന്ന് പരാമർശിച്ച് പോവേണ്ടതായിട്ട് ഉണ്ട് അല്ലേ. മധ്യകാല ചമ്പുക്കൾ എന്നറിയപ്പെടുന്നവ അല്ലേ. അതിനുശേഷം വരുന്ന കൃതികളാണ് ഗാഥ അല്ലേ, ഋതുക്കളുടെ കവിയായിട്ടുള്ള ചെറുശ്ശേരിയുടെ അല്ലേ, കോലത്തിരി ഉദയവർമ്മൻ്റെ ആജ്ഞപ്രകാരം രചിച്ചിട്ടുള്ള ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, ആ കൃഷ്ണഗാഥയുടെ പൊതുവായ സവിശേഷതകൾ, അതിന് ഇതിവൃത്തപരമായ പ്രത്യേകതകൾ, അതേപോലെ തന്നെ കിളിപ്പാട്ട്, മലയാള ഭാഷയുടെ പിതാവ്, പുതുമലയാൻമതൻ മഹേശ്വരൻ എന്നെല്ലാം അറിയപ്പെടുന്ന എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം, അതിൽ പ്രധാനപ്പെട്ട അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ചിന്താരത്നം, കൈവല്യ നവനീതം പോലുള്ള ഒരുപാട് കൃതികൾ എഴുത്തച്ഛൻ്റെ നിന്ന് ആരോപിക്കപ്പെടുന്ന കൃതികൾ, അതേക്കുറിച്ചെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ അടിസ്ഥാനപരമായ എല്ലാ വിവരങ്ങളും പഠിച്ചു പോവേണ്ടതായിട്ടുണ്ട്. കീർത്തന സാഹിത്യത്തിലെ കീർത്തി പതാക എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആരെയാണ്? കീർത്തന സാഹിത്യം, ജ്ഞാനപ്പാന അല്ലേ, വഞ്ചിപ്പാട്ട്, രാമപുരത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ട്, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാളത്തിൽ അനശ്വരനായി തീർന്ന രാമപുരത്ത് വാര്യർ, അതിൻ്റെ രചനാ പശ്ചാത്തലം, ഇതിവൃത്തപരമായ കാര്യങ്ങളെല്ലാമാണ് ആ ഭാഗത്ത് നമുക്ക് നോക്കിപ്പോവേണ്ടത്. ഓക്കെ, അടുത്തത് കാൽപ്പനിക പൂർവ്വഘട്ടം, കൊടുങ്ങല്ലൂർ കളരി അല്ലേ. കൊടുങ്ങല്ലൂർ കളരിയിൽ ഉദിച്ചുയർന്ന 2 പ്രസ്ഥാനങ്ങളായിരുന്നു വെൺമണി പ്രസ്ഥാനവും പച്ചമലയാള പ്രസ്ഥാനവും അല്ലേ. അപ്പോൾ കൊടുങ്ങല്ലൂർ കളരിയിൽ വരുന്ന അംഗങ്ങൾ, വള്ളത്തോൾ സ്കൂളിൽ വരുന്ന കവികൾ, ഇതെല്ലാമാണ് ആ ഭാഗത്ത്. വെൺമണി കവികൾ, വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാട്, വെൺമണി മഹൻ നമ്പൂതിരിപ്പാട്, നടുവം അല്ലേ, ഉറവങ്കര തുടങ്ങിയിരിക്കുന്ന കവികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. മുളങ്കാടുകൾ പൂക്കും പോലെ ഉണ്ടായ സവിശേഷ വസന്തമായിരുന്നു എന്ത്, വെൺമണി കവികൾ, കവിതക്കത്ത് പ്രസ്ഥാനം എല്ലാം കവിതയിൽ എഴുതിയിരുന്ന കാലഘട്ടം. കൊടുങ്ങല്ലൂർ കളരിയിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരത വിവർത്തനം അല്ലേ, ഇതൊക്കെ തന്നെയും വളരെ പ്രത്യേകത ഉള്ള ഒരു കാലഘട്ടമാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരുപാട് കൃതികൾ ഒക്കെ അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കേരളവർമ്മ പ്രസ്ഥാനം അല്ലേ, കേരളവർമ്മ വലിയകോയിത്തമ്പുരാനും അല്ലേ, കേരളവർമ്മ AR രാജരാജവർമ്മ, ആ കേരളവർമ്മ പ്രസ്ഥാനം, അവരുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, മലയവിലാസം, അതേപോലെ തന്നെ മയൂര സന്ദേശത്തിൻ്റെ സവിശേഷതകൾ, ഇതൊക്കെ നമുക്ക് അവിടെ വരുന്ന പ്രധാനപ്പെട്ട കൃതികളാണ്. പിന്നീട് വരുന്നത് മഹാകാവ്യ പ്രസ്ഥാനം അല്ലേ. മഹാകാവ്യം, ഏറ്റവും വലിയ മഹാകാവ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. മഹാകാവ്യത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ, സംസ്കൃതത്തിൽ നമ്മുടെ ഭാഷയിലേക്ക് വന്നിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാമാണ് നമ്മളവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലേ. അടുത്ത് വരുന്നത് കാൽപ്പനികതയാണ്, കവിത്രയം അല്ലേ. പ്രാചീന കവിത്രയം പോലെ തന്നെ ആധുനിക കവിത്രയം, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, അവരുടെ കവിതകൾ, ശബ്ദസുന്ദരൻ അല്ലേ,
അതേപോലെ തന്നെ വീണപൂവൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ള നിങ്ങൾക്കറിയാം. വീണപൂവ് പ്രസിദ്ധീകരിച്ച വർഷം, പ്രസിദ്ധീകരിച്ച മാസിക, ലക്ഷണമൊത്ത ഒരു ഖണ്ഡകാവ്യം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സവിശേഷതകൾ, അതേപോലെ തന്നെ നളിനിയുമായി ബന്ധപ്പെട്ട വരികൾ, ഇതൊക്കെ തന്നെയും പ്രധാനമായിട്ട് അല്ലേ കൃതികളൊക്കെ വരാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ ശേഷം ഇടപ്പള്ളി അല്ലേ, ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് കുസുമങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും അല്ലേ, രമണൻ പോലുള്ള കൃതികൾ ഒക്കെ. അതേപോലെ തന്നെ പി കുഞ്ഞിരാമൻ നായർ അല്ലേ, പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുമ്പോൾ കവിത ജീവശ്വാസം പോലെ കൊണ്ടു നടന്ന ഒരാളായിരുന്നു. പ്രാണവായുവായിരുന്നു അദ്ദേഹത്തിന് കവിത. തൊട്ടെണ്ണി നോക്കിയാൽ 1300-ലേറെ കവിതകൾ, അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ, ഈ പ്രകൃതി ഭംഗിയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണനകൾ, സൗന്ദര്യപൂജ പോലുള്ള കവിതകൾ, ഇതൊക്കെ തന്നെയും ആ ഭാഗത്ത് നമുക്ക് കുഞ്ഞിരാമൻ നായരുടെ കവിതകളെക്കുറിച്ച് പറയുമ്പോൾ, അതേപോലെ ഇതിനിടെ ശക്തിയുടെ കവിയായ ഇടശ്ശേരി, കാച്ചിക്കുറുക്കിയ കവിതയുടെ കവിയായ വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ് അല്ലേ, 1965 ആദ്യ ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതാണ്, ഓടക്കുഴൽ എന്ന കൃതി അല്ലേ, അതിന് പേരിൽ അദ്ദേഹം സ്ഥാപിച്ച പുരസ്കാരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പുരസ്കാരങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കിപ്പോവേണ്ടതായിട്ടുണ്ട് അല്ലേ. വിപ്ലവത്തിൻ്റെ കവി, കവിതയിൽ വിപ്ലവം കടന്നു വരികയാണ് അല്ലേ. വിപ്ലവത്തിൻ്റെ കവിയായിട്ടുള്ള വയലാർ, പി ഭാസ്കരൻ, ONV അല്ലേ, മാറ്റുലിക്കവികൾ എന്നൊക്കെയാണ് അപ്പോൾ അല്ലേ. എം കൃഷ്ണൻ നായരാണെന്ന് തോന്നുന്നു ഇവരെ മാറ്റുലിക്കവികൾ എന്ന് വിളിച്ചത് അല്ലേ. ചങ്ങമ്പുഴയുടെ പിന്മുറക്കാരായിട്ടുള്ള ONV കുറുപ്പ് അല്ലേ, പി ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള കവികളുടെ, ഇത് മാത്രമല്ല ഇനി അനേകം കവികൾ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട് അല്ലേ. അവരെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് പറഞ്ഞു പോവേണ്ടതായിട്ടുണ്ട്. ഇത് ഏതാനും കവികളുടെ പേരുകൾ തന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അതിൽ കടമ്മനിട്ട രാമകൃഷ്ണനും അതുപോലെ ഒരുപാട് കവികൾ വരാനുണ്ട് അല്ലേ. ആഖ്യാനത്തിൻ്റെ പുതുവഴികൾ തേടിയ NV കൃഷ്ണവാര്യർ അല്ലേ, എഴുത്തിൽ വലിയ രചനാരീതിയിൽ വലിയ മാറ്റം വരുത്തിയ എലികൾ പോലുള്ള കവിതകൾ അല്ലേ, ബംഗാൾ ക്ഷാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എലികൾ പോലുള്ള കവിതകൾ, കൊച്ചുതൊമ്മൻ, ഗാന്ധിയും ഗോഡ്സെയും പോലുള്ള കവിതകൾ ഒക്കെ തന്നെയും അവിടെ NV കൃഷ്ണവാര്യരുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ അയ്യപ്പ പണിക്കർ, കബീർ പുരസ്കാരം നേടി ആദ്യ മലയാള കവി എന്നുള്ള നിലയ്ക്ക് പ്രസിദ്ധനായിട്ടുള്ള അയ്യപ്പ പണിക്കർ, അദ്ദേഹത്തിൻ്റെ കുരുക്ഷേത്രം, മൃത്യുപൂജ തുടങ്ങിയിട്ടുള്ള കവിതകൾ അല്ലേ, അതിൻ്റെ പൊതു സവിശേഷതകളെല്ലാം നമുക്കവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. സമീക്ഷ ആരംഭിച്ചിട്ടുള്ള M ഗോവിന്ദൻ്റെ സദസ്സ് അല്ലേ, എന്നിവയുടെ നേതൃത്വം ആധുനിക ഉത്തരാധുനിക കവിതകൾ വരെ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക ചി രാമൻ മുതൽ ഇങ്ങ് പി രാമൻ വരെയുള്ള ഒരുപാട് നീണ്ട കവികളുടെ ഒരു നിരയുണ്ട്. അതിനെക്കുറിച്ചൊരു സാമാന്യ ജ്ഞാനം നമുക്കുണ്ടാക്കി വെക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട വരികളിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. അവരുടെ കവിതയുടെ സവിശേഷതകൾ, ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന രചനയിലുണ്ടാകുന്ന സവിശേഷതകൾ, ഉത്തരാധുനിക കവികളുടെ പൊതു സവിശേഷതകൾ, കാൽപ്പനിക പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്, മൊഡ്യൂളാണ് ഏതെന്ന് പറയുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കവിതയെക്കുറിച്ചുള്ള ഒരു സാമാന്യ ജ്ഞാനമാണ് നമുക്കവിടെ ഉണ്ടാവേണ്ടത്. മൊഡ്യൂൾ 2 ഏതാണ്ട് ഇതൊരു കൃത്യമല്ല, ചിലപ്പോൾ 9 ആവാം 11 ആവാം അല്ലേ, ഈ ഭാഗമൊന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം കവിത, നോവൽ, ചെറുകഥ, നാടകം, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം ചോദ്യങ്ങൾ വരാറുള്ളത് നമുക്കറിയാം അല്ലേ. അതിൽ ഒന്നാമത്തത് നോവലാണ്. മലയാള നോവലിൻ്റെ ചരിത്രം, ഇന്ത്യൻ നോവലിൻ്റെ ചരിത്രം, എവിടെയാണ് നമ്മുടെ നോവൽ ആരംഭിക്കുന്നത്, അതേപോലെ തന്നെ വിദേശ നോവലുകളുമായിട്ടുള്ള ബന്ധം, അതേക്കുറിച്ചെല്ലാം ഒന്ന് പറഞ്ഞു പോയിട്ട് വേണം നമ്മൾ മലയാള നോവലിലേക്ക് വരാൻ. പൊതുവേ ലോക നിലവാരത്തിലുള്ള നോവലുകൾ, ലോകത്തിൽ ചർച്ച ചെയ്യപ്പെട്ട നോവലുകളും, അതേപോലെ തന്നെ ഇന്ത്യൻ പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നോവലുകൾ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മലയാളത്തിലേക്ക് വരാൻ. ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ആദ്യഘട്ടം, ആദ്യകാല നോവലുകൾ അല്ലേ, ചന്തുമേനോൻ മലയാളത്തിലെ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചില വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഘാതകവധം പോലുള്ള ചില കൃതികൾ അക്കാലഘട്ടത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അതേക്കുറിച്ചെല്ലാം സൂചിപ്പിച്ച് പതുക്കെ നമ്മൾ മലയാളത്തിൽ ചന്തുമേനോൻ, ഇന്ദുലേഖ, അതേപോലെ തന്നെ അപ്പുനെടുങ്ങാടി, അദ്ദേഹത്തിൻ്റെ കുന്തലത എന്ന് പറയുന്ന നോവൽ, അതിനുശേഷം ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്ന ചന്തുമേനോൻ്റെ ഇന്ദുലേഖയും, അപൂർവ നോവലായിട്ടുള്ള ശാരദയും, അതിൻ്റെ പൊതുവായ സവിശേഷതകളും അതിലെ കഥാപാത്രങ്ങളും ആ ജന്മിത്ത സമ്പ്രദായത്തിൻ്റെ അന്തരീക്ഷവും എല്ലാം ഒന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ CV രാമൻ പിള്ളയിലേക്ക് വരുന്നു അല്ലേ. മലയാളത്തിലെ ചരിത്ര നോവലുകളുടെ പ്രോദ്ഘാടകനാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര നോവൽ, അതിൻ്റെ കഥാപാത്രങ്ങൾ, ഭാഷാപരമായ പ്രത്യേകതകൾ, അതിന് തുടർച്ചയായി വരുന്ന ധർമ്മരാജ, അതിനുശേഷം വരുന്ന രാമരാജ ബഹദൂർ, അതിലെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നോവലായിട്ടുള്ള പ്രേമാമൃതം ഒക്കെ വരുന്ന CVയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡി തന്നെ നമുക്കവിടെ നടത്തി പോവേണ്ടതായിട്ട് ഉണ്ട്. അതിനുശേഷം വരുന്ന രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അല്ലേ, രചനയിൽ മാറ്റം വരുന്നു
എഴുത്തിൽ വലിയ മാറ്റം വരികയാണ് അല്ലേ. ദേവ് തകഴി യഥാതഥ കഥകളുടെ കാലഘട്ടം വരികയാണ് മലയാള നോവലിൽ. തകഴിയും ദേവും ബഷീറും സൃഷ്ടിച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു അന്തരീക്ഷമുണ്ട്, ഒരു വായനയുടെ വസന്തമുണ്ട് മലയാളത്തിൽ അല്ലേ. രണ്ടിടങ്ങഴിയും അതേപോലെ തന്നെ ചെമ്മീനും ഏണിപ്പടികളും അല്ലേ പപ്പു എല്ലാം ഉണ്ടാക്കിയ ഒരു പരിവർത്തനമുണ്ട് മലയാളത്തിൽ. എന്താണ് ഓടയിൽ നിന്ന് എന്നുള്ളത് അല്ലേ. ബഷീറിൻ്റെ ഒരുപാട് രചനകൾ അല്ലേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ പൊതുവായ പ്രത്യേകതകളൊക്കെ പഠിക്കണം. അതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഭാവുകത്വ വ്യതിയാനം, എഴുത്തിൽ വരുന്ന മാറ്റം. രാജലക്ഷ്മി മലയാളത്തിലെ എമിലി ബ്രോണ്ടി അല്ലേ, രാജലക്ഷ്മി അദ്ദേഹത്തിന് ഇവരുടെ പ്രധാനപ്പെട്ട കൃതികൾ. അവർ അകാലത്തിൽ പൊലിഞ്ഞുപോയൊരു എഴുത്തുകാരിയാണ് അല്ലേ. അതേപോലെ തന്നെ MTയുടെ രചനകൾ മലയാളത്തിൽ വായനയ്ക്ക് വലിയ സ്വീകാര്യത നൽകിയിട്ടിരിക്കുന്ന MTയുടെ മഞ്ഞും രണ്ടാമൂഴവും അല്ലേ. അതുപോലെ ഒരുപാട് കൃതികൾ വരുന്നുണ്ട്. മാധവിക്കുട്ടിയുടെ രചനകൾ അല്ലേ, K സുരേന്ദ്രൻ, നന്ദനാർ, പട്ടാളക്കഥകളുടെ കാലഘട്ടമാണ്. പട്ടാളക്കഥകൾ വരുന്നു മലയാളത്തിൽ. മലയാറ്റൂർ രാമകൃഷ്ണൻ ബ്രിഗേഡിയർ കഥകളിലൂടെ യന്ത്രം പോലുള്ള ഏറെ അവാർഡ് കിട്ടിയിട്ടുള്ള കൃതികൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ബ്രിഗേഡിയർ കഥകളുടെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ. C രാധാകൃഷ്ണൻ, ചില ആളുകളുടെ പേര് മാത്രമേ എടുത്തു തന്നിട്ടുള്ളൂ. ഇതിനിടയിൽ ഒരുപാട് നോവലിസ്റ്റുകൾ വേറെയും വരുന്നുണ്ട് അല്ലേ, അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. C രാധാകൃഷ്ണൻ്റെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം, മൂർത്തിദേവി പുരസ്കാരം വരെ കിട്ടിയിട്ടുള്ള നോവലുകളാണ്. അപ്പോൾ എഴുത്തച്ഛനെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതികൾ അല്ലേ. അതേപോലെ തന്നെ NP മുഹമ്മദും MTയും കൂടി ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങി വെച്ചു, രണ്ടാളുകൾ ചേർന്ന് നോവൽ എഴുതുക എന്നുള്ളത് അല്ലേ. അത് തുടങ്ങി വെച്ചത് MTയും NPയുമാണ്. അറബിപ്പൊന്ന് വലിയൊരു പരീക്ഷണമായിരുന്നു. എന്നാൽ പിന്നീട് നവഗ്രഹങ്ങളുടെ തടവറയും അമാവാസിയും എല്ലാം അങ്ങനെ പലർ ചേർന്ന് എഴുതപ്പെട്ടിട്ടുള്ള നോവലുകളാണ്. സുലോചന നാലപ്പാടും അതേപോലെ തന്നെ കമലാസുരയും കൂടി എഴുതിയിട്ടുള്ള നോവലാണ് കവാടം അല്ലേ. ഇതൊക്കെ ആ രീതിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ടു പേർ ചേർന്ന് എഴുതിയ നോവലുകൾ അല്ലേ. അങ്ങനെ നോവലിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെല്ലാം നമ്മൾ അവരെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പോവേണ്ടതായിട്ട് ഉണ്ട്. പിന്നീട് ആധുനിക കാലഘട്ടമാണ്. അസ്തിത്വവുമായി ബന്ധപ്പെട്ട അല്ലേ രചനകൾ. അതിൽ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം സൃഷ്ടിച്ച വലിയൊരു അന്തരീക്ഷമുണ്ട് മലയാള നോവൽ പ്രസ്ഥാനത്ത്. മലയാള നോവലുകളെക്കുറിച്ച് പറയുമ്പോൾ ഖസാക്കിന് മുൻപും ഖസാക്കിന് ശേഷവും എന്നാണ് പറയുക. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ നെടുകച്ഛേദിക്കുകയാണ് അല്ലേ. OV വിജയൻ്റെ അതിലെ കഥാപാത്രങ്ങൾ എപ്പോഴും താഴ്ന്ന പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. LDC പരീക്ഷകൾക്ക്, LPUP പരീക്ഷകൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ കടൽ തീരത്ത് എന്ന കഥ, അള്ളാപ്പിച്ച മൊല്ലാക്ക, മൈമൂന, കാർട്ടൂൺ കഥാപാത്രമായിരിക്കുന്ന അപ്പുക്കിളി, ശിവരാമൻ നായർ അല്ലേ, രവി, അതിലെ സംഭാഷണം വരെ ചോദ്യമായി വരാറുണ്ട് എന്നുള്ളതാണ് അല്ലേ. കൂമൻകാവിൽ ബസ് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല എന്ന് ഏത് നോവലിലെ പരാമർശമാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ മഞ്ഞിലെ ചില ഡയലോഗുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത്രമാത്രം പ്രധാനപ്പെട്ട കൃതികളാണ് അവയൊക്കെ. ആനന്ദിൻ്റെ അല്ലേ, P സച്ചിദാനന്ദനായിരിക്കുന്ന ആനന്ദിൻ്റെ ആൾക്കൂട്ടവും അഭയാർത്ഥികളും അവിടെ രചനയിൽ അദ്ദേഹം വരുത്തിയിട്ടുള്ള വ്യതിയാനം അല്ലേ. അതേപോലെ തന്നെ M മുകുന്ദൻ, മയ്യഴിയുടെ കഥാകാരൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ, കേശവൻ്റെ വിലാപങ്ങൾ, കുടനന്നാക്കുന്ന ചോയി, അതുപോലുള്ള ഒരുപാട് കൃതികൾ, അവരുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, മയ്യഴിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ, ഇതൊക്കെ തന്നെ നമുക്കവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ആദ്യത്തെ സൈബർ നോവൽ നൃത്തം അദ്ദേഹത്തിൻ്റെതാണ്, സൈബർ നോവൽ അല്ലേ. അതേപോലെ ഇതാണ് എൻ്റെ പേര് എന്ന് പറയുന്ന ഓഡിയോ നോവൽ രചനയിൽ മാറ്റം വരികയാണ് സക്കറിയുടെ അല്ലേ. അതൊക്കെ അത് ഇൻ്റർനെറ്റ് നോവലുകൾ വരുന്നു. ഓക്കെ. ഉത്തരാധുനിക ഘട്ടം എന്ന് പറയുന്നത് ആഗോളവൽക്കരണ പ്രവണതകൾ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നോവലിലേക്ക് കടന്നു വരുന്നു. ദളിത് എഴുത്തുകാർ അല്ലേ, ദളിത് യുവതിയുടെ കഥന M മുകുന്ദൻ്റെ അല്ലേ, ദളിത് രചനകളുമായി ബന്ധപ്പെട്ട് വരുന്ന സവിശേഷതകൾ. സ്ത്രീവാദം, ഫെമിനിസം കടന്നു വരുന്നു. സൈബർ കഥകൾ അല്ലേ എന്ന് പറഞ്ഞാൽ രചനയുടെ ഘട്ടത്തിൽ വലിയ മാറ്റം വരികയാണ്, രീതിയിൽ മാറ്റം വരികയാണ് മലയാള നോവലിൽ. അതേക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന ഏതാണ് ഈ സ്ത്രീവാദം, സൈബർ കഥകൾ, ഇൻ്റർനെറ്റ് നോവലുകൾ, നവചരിത്രവാദം. ഇങ്ങനെ ഒരുപാട് മാറ്റം രചനാതലത്തിൽ മലയാള നോവൽ പ്രസ്ഥാനത്തിലുണ്ടാവുന്നു. അതേക്കുറിച്ചെല്ലാം കുറേ കൂടി ആഴത്തിൽ പുതിയ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ ഭാഗം വരുമ്പോൾ. അടുത്ത് വരുന്നത് ചെറുകഥയാണ്. വാസനാവികൃതി മുതൽ ഇങ്ങോട്ടുള്ള മലയാള ചെറുകഥയുടെ ഒരു നീണ്ട ചരിത്രമുണ്ട് അല്ലേ.
വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസന അഭികൃതി, ഒരു കല്ലൻ പോലുള്ള കഥകൾ, ആദ്യകാല കഥകൾ, നായാട്ട് കഥകൾ, അമ്പാടി നാരായണ പൊതുവാളിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട കഥകൾ, മുർക്കോത്തുകുമാരൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കഥകൾ, ആ രീതിയിൽ ആദ്യകാല കഥകൾ മുതൽ ഇങ്ങ് ഉത്തരാധുനിക കഥകൾ വരെ, സേതുവിൻ്റെ തിങ്കളാഴ്ചകളിലെ ആകാശം വരെ, അതേപോലെ പുതിയ പ്രവണതകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള ഉത്തരാധുനിക എഴുത്തുകാർ വരെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യകാല കഥകൾ, നവോത്ഥാനഘട്ടം, കഥയുടെ ലോകത്ത് തകഴിയും ദൈവവും കാരൂരുമൊക്കെ, കാരൂരിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ, പൂവമ്പഴം അതുപോലെ തന്നെ മരപ്പാവുകളൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ കാണാറുണ്ട് അല്ലേ. അതെ, ദേവിൻ്റെ കഥകൾ, കാരൂരിൻ്റെ കഥകൾ ഒക്കെ തന്നെ പ്രധാനമാണ് അല്ലേ. അതേപോലെ തന്നെ അക്കാലഘട്ടത്തിൽ എഴുതി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കഥാകൃത്തുക്കൾ, നോവലിസ്റ്റുകൾ, അവർ കഥകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ആ കാൽപ്പനിക ഘട്ടം, MTയുടെ കഥകൾ അല്ലേ, നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥ അല്ലേ, ഭ്രാന്തൻ വേലായുധൻ കഥാപാത്രമായി വരുന്നു അല്ലേ, ഭ്രാന്തൻ വേലായുധൻ, ഇതൊക്കെ ഒരുപാട് നല്ല കഥകൾ അക്കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. പിന്നീട് വരുന്ന കഥകൾ മാത്രം എഴുതി മലയാളത്തിൽ അനശ്വര പ്രതിഷ്ഠ നേടിയ എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ പുരസ്കാരവും കഥകൾ മാത്രം എഴുതി നേടിയിട്ടുള്ള T പത്മനാഭൻ, കഥയിലെ കാലഭൈരവൻ അല്ലേ, ഗൗരിയും ശേഖൂട്ടിയും അല്ലേ, പ്രകാശം പരത്തുന്ന പെൺകുട്ടിയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സവിശേഷതകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആധുനിക ഘട്ടം വരുന്നു, ദർശനത്തിലും ഭാഷയിലും വരുന്ന മാറ്റം, രചനയിൽ വരുന്ന വ്യതിയാനം അല്ലേ, ആധുനികോത്തര ഘട്ടം, മൂല്യസങ്കല്പങ്ങളിൽ വന്ന മാറ്റം, പരിസ്ഥിതി കഥയിൽ വരുന്നു അല്ലേ. അതേപോലെ തന്നെ സ്ത്രീ, ദളിത് ആശയങ്ങൾ, ജീവിത ചിത്രീകരണങ്ങൾ, ഉപഭോഗ സംസ്കാരവും ആഗോളവൽക്കരണവും നമ്മളെ ഉത്തരാധുനിക ചെറുകഥയിൽ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നും അതിൻ്റെ രചനാപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതും, അങ്ങനെ വരുന്ന അത്യന്താധുനിക കഥകൾ വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കി വെച്ച് പോവേണ്ടതുണ്ട്, വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇനി മൊഡ്യൂൾ നമ്പർ 3, ഇതിൽ നിന്ന് ഏതാണ്ട് ഒരു 10 മാർക്ക് ആണ് നമ്മൾ നോക്കേണ്ടത്. അതിന് പല ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഗദ്യസാഹിത്യം, ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം തുടങ്ങിയവയാണ്. ഗദ്യത്തിൻ്റെ വളർച്ച, ഭിന്ന തലങ്ങൾ. ഇപ്പോൾ കവിതയെക്കുറിച്ച് നമ്മൾ വിശദമായി നേരത്തെ പ്രതിപാദിച്ചു. അതേപോലെ തന്നെ ഗദ്യസാഹിത്യത്തിൻ്റെ വളർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അതിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരികങ്ങളിൽ ശ്രദ്ധേയരായവരുടെ ആത്മകഥകൾ. ഇവിടെ നമ്മൾ സാഹിത്യകാരന്മാരുടേത് മാത്രമല്ല, മറിച്ച് ആത്മകഥകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ആത്മകഥകൾ ചോദിക്കാറുണ്ട്, സമരത്തീച്ചുകളിലൊക്കെ നാനാരുടെ കഥ എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. അതുപോലെ സാംസ്കാരിക പ്രവർത്തകരുടെ ആത്മകഥകൾ, സിനിമാ രംഗത്തുള്ളവരുടെ ആത്മകഥകൾ ഇല്ലേ, അതേപോലെ സാഹിത്യകാരന്മാരുടെ ആത്മകഥകൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ, ഇങ്ങനെ എല്ലാവരുടെയും അവനവൻ്റെ കഥകൾ ഓരോരുത്തർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്ന ആളെന്നുള്ള സാഹിത്യ മേഖലയല്ല, കലാമേഖല, അതുപോലെ സാംസ്കാരിക മേഖല, സിനിമയുടെ മേഖല, രാഷ്ട്രീയ മേഖല എന്നീ വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ ആത്മകഥകൾ ആണ്. ഇനി പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷനുകൾ, അതിൻ്റെ തർജ്ജമകൾ അല്ലേ, കേരളീയരുടെ ആത്മകഥകൾ, പ്രധാനമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ, ഇതെല്ലാമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് അല്ലേ. വൈക്കം പാച്ചുമൂത്തതിൻ്റെ ഒക്കെ ആത്മകഥകൾ മുതൽ ഇങ്ങോട്ട് പ്രധാനപ്പെട്ട അല്ലേ, വൃശ്ചികക്കാറ്റ് വീശുമ്പോഴൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം അല്ലേ, റോസ്മേരിയുടെ ആത്മകഥ അല്ലേ. അപ്പോൾ ആ രീതിയിൽ കൊഴിഞ്ഞിലകൾ, കഴിഞ്ഞ കാലം ഒക്കെ. പിന്നെ ജീവചരിത്രം അല്ലേ, ഡോക്ടർ KM ജോർജിൻ്റെ ഒരു ബുക്ക് തന്നെയുണ്ട്, മലയാളത്തിലെ ജീവചരിത്ര സാഹിത്യം എന്ന് പറഞ്ഞിട്ട് അല്ലേ. ജീവചരിത്രത്തിൻ്റെ പ്രധാനം, ഇപ്പം ചില ജീവചരിത്രങ്ങൾ ആദ്യമായി മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാറൽ മാർക്സിൻ്റെ ഒക്കെ ജീവചരിത്രം പ്രധാനമായും മലയാള ഭാഷയിലാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത്. അതിൻ്റെ ഭിന്ന രംഗങ്ങളിൽ പ്രശസ്തരായവരുടെ ജീവചരിത്രങ്ങൾ, അവഗണിക്കപ്പെട്ടവരുടെ ജീവചരിത്രം, പ്രധാനമായിട്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട ജീവചരിത്രങ്ങളുടെ ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അടുത്തത് സഞ്ചാര സാഹിത്യമാണ്. സഞ്ചാര സാഹിത്യം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പാറമ്മൽ തോമക്കത്തനാരുടെ വർത്തമാന പുസ്തകം മുതൽ ഇങ്ങോട്ട് അല്ലേ, വർത്തമാന പുസ്തകത്തിൻ്റെ മറ്റൊരു പേരാണ് റോമായാത്ര എന്ന് പറയുന്നത്. ആ വർത്തമാന പുസ്തകം മുതൽ ഇങ്ങോട്ട് പ്രധാനമായിട്ടുണ്ട് സഞ്ചാര സാഹിത്യ കൃതികൾ. അപ്പം നമ്മൾ പ്രധാനമായും ഓർക്കേണ്ടത് ഈ സഞ്ചാര സാഹിത്യവുമായിട്ട് മലയാളത്തിലെ ജോൺ ഗന്ധറിനെ ഓർക്കണം അല്ലേ.
ആരാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരുപാട് സഞ്ചാര സാഹിത്യ കൃതികൾ നൈൽ ഡയറി അതുപോലെ തന്നെ ബാലിദ്വീപ് അതുപോലെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ എപ്പോഴും നമ്മൾ ചോദ്യപേപ്പറിൽ കാണാറുണ്ട്. ആദ്യകാല സഞ്ചാരികളും യാത്രാക്കുറിപ്പുകളും സഞ്ചാര സാഹിത്യത്തിൻ്റെ ലക്ഷണം പ്രധാന കൃതികൾ. അപ്പോൾ മലയാളത്തിൽ മിക്കവാറും ആരുടെ കൃതികൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ. പക്ഷേ ഇന്ന് സഞ്ചാര സാഹിത്യം അന്നത്തെ കാലഘട്ടത്തിലുള്ളതുപോലെ പ്രധാനമല്ല എന്ന് തോന്നുന്നു. കാരണം എന്നാൽ അന്ന് ദൂരദിക്കിലൊന്നും പോകാൻ ആളുകൾക്ക് വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എസ്.കെ. പൊറ്റക്കാട് തന്നെ കപ്പലുകളിലൊക്കെ യാത്ര ചെയ്ത് ദീർഘകാലം യാത്ര ചെയ്തിട്ടാണ് ഇങ്ങനെ പല സ്ഥലങ്ങൾ സന്ദർശിച്ചതും. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുകയും അവിടെ കണ്ട കാഴ്ചകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്രയും യാത്രാ സൗകര്യമില്ലാത്ത കാലഘട്ടത്തിലൊക്കെ എഴുതി തരുന്നു. എന്നാൽ ഇന്നും എന്താണ് സഞ്ചാര സാഹിത്യ ശാഖ മലയാളത്തിൽ വളരെ പ്രശസ്തം തന്നെയാണ്. ഇനി അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് വൈജ്ഞാനിക സാഹിത്യമാണ്. ഇപ്പോൾ എല്ലാ പരീക്ഷകളിലും ഇപ്പോൾ LP പരീക്ഷകളിൽ വരെ വൈജ്ഞാനിക സാഹിത്യം ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതെന്താണ് ഈ വൈജ്ഞാനിക സാഹിത്യം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ വിവിധ വിജ്ഞാന ശാഖകളുണ്ട്. ഏതെല്ലാമാണ്? വൈദ്യം, ജ്യോതിഷം, തച്ചുശാസ്ത്രം, ഗണിതം, കൃഷി, ഈ രംഗങ്ങൾ മുതൽ വിവര സാങ്കേതിക തലം വരെ ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ. ഇപ്പോൾ ഗോപസൂരി പ്രയോഗം പോലുള്ള മലയാളത്തിലെ നമ്മുടെ ഭാഷയിലുണ്ടായിട്ടുള്ള ആദ്യത്തെ ശാസ്ത്രഗ്രന്ഥം മുതൽ ഇപ്പോൾ കൃഷിഗീത പോലുള്ള കൃതികൾ, ഇതേക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ വൈദ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പം ആലത്തൂർ മണിപ്രവാളത്തിലെ പ്രതിപാദ്യ വിഷയം, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വൈദ്യമാണ് പ്രതിപാദ്യ വിഷയം. തച്ചുശാസ്ത്രത്തിൻ്റെ മേഖലയിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ, ഇതൊക്കെ ആ ഭാഗങ്ങളിൽ ചോദിക്കാവുന്ന കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ. ഇതിനെക്കുറിച്ചുള്ള ഏതാണ്ടൊരു ധാരണ നമുക്ക് ടോപ്പിക് വൈസായിട്ട് ഉണ്ടാക്കി വെക്കേണ്ടതായിട്ട് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇഷ്ടംപോലെ സമയം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള ഒരു സാവകാശവും നമുക്ക് ഉണ്ട്. അടുത്തത് നിരൂപണം, മലയാള സാഹിത്യ വിമർശനം. അല്ലേ? മലയാള സാഹിത്യ വിമർശനം, പാശ്ചാത്യം, പൗരസ്ത്യം. നമുക്കറിയാം പാശ്ചാത്യവും പൗരസ്ത്യവും നമുക്ക് ഈ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുമ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പാശ്ചാത്യം പൗരസ്ത്യമൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ, അതൊരു സാഹസമാണ്. പക്ഷേ അതൊന്നും വിഷയമല്ല. അതൊക്കെ ചെറിയ ചെറിയ മൊഡ്യൂളുകളാക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. സാഹിത്യ വിമർശനം, ഇപ്പം മലയാള വിമർശനത്തിൻ്റെ രീതി പാശ്ചാത്യ വിമർശനവുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ബന്ധം, ആദ്യകാല മാസികകൾ വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി, ആത്മപോഷിണി തുടങ്ങിയ മാസികകളെല്ലാം വിമർശനത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ഭാഷാപോഷിണി, കവിസമാജം, അവരൊക്കെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, CP അച്യുതമേനോൻ്റെ വിദ്യാവിനോദിനി, അതിന് മുമ്പിട്ടായിട്ടുള്ള വിദ്യാവിലാസിനി, ആദ്യത്തെ സാഹിത്യ മാസികയായിട്ടുള്ള വിദ്യാവിലാസിനി, ആദ്യത്തെ സമ്പൂർണ്ണ മാസികയായിട്ടുള്ള വിദ്യാവിനോദിനി, ഇതൊക്കെ തന്നെയും പ്രധാനമായിട്ട് ആ ഭാഗത്തിൽ മാസികകൾ വഹിച്ച പങ്ക് ഒരു വലിയ ചർച്ചാ വിഷയമാണ്. അല്ലേ? അതിൻ്റെ മലയാള വിമർശനത്തിൻ്റെ ആരംഭഘട്ടങ്ങൾ, പത്രമാസികകളുടെ പങ്ക്, വളർച്ച, കേസരി, നിരൂപക ചതുഷ്ടയം, കേസരി, കുട്ടികൃഷ്ണമാരാർ, കലജീവിതം തന്നെ, ജോസഫ് മുണ്ടശ്ശേരി, മാനദണ്ഡം, കാവ്യപീഠിക, അല്ലേ, MB പോൾ, അല്ലേ, ചെറുകഥാപ്രസ്ഥാനം, ഖണ്ഡകഥാപ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന വിമർശനത്തിൻ്റെ രീതികളെല്ലാം ഉണ്ട്. അല്ലേ? അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖിയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളെല്ലാം എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ടോ? അല്ലേ? അപ്പോൾ അതിൻ്റെ ആദ്യകാല സ്വഭാവങ്ങൾ, അവരുടെ ഓരോ കൃതികളിലും ഉൾപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ സാഹിത്യ കൃതികളെക്കുറിച്ചുള്ള നിരൂപണങ്ങളാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലേ? ഇന്ന കൃതിയുടെ നിരൂപണം മുണ്ടശ്ശേരിയുടെ ഏത് നിരൂപണ പുസ്തകത്തിലാണുള്ളത്? ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ച്, ലീലയെക്കുറിച്ച്, ഇല്ലേ, മാരാരുടെ നിരീക്ഷണങ്ങൾ ഏത് കൃതിയിലാണുള്ളത് എന്നൊക്കെ തന്നെയും ഉള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ആ ഒരു രീതിയിലേക്ക് വേണം നമ്മൾ അത് പഠിച്ചെടുക്കാനായിട്ട്. അതേപോലെ ഈ മാർസിയൻ നിരൂപണങ്ങൾ, മനഃശാസ്ത്ര നിരൂപണങ്ങൾ, ഇപ്പോൾ ചാങ്ങമ്പുഴ വൈലോപ്പിള്ളി കവിതകളെയൊക്കെ തന്നെയും സഖ്യൻ്റെ മകനെയൊക്കെ മനഃശാസ്ത്രപരമായി നിരൂപണം ചെയ്തിട്ടുണ്ട് MN വിജയൻ സാറ്. അതേപോലെ തന്നെ ഡോക്ടർ M ലീലാവതി, നവതരംഗം പോലുള്ള കൃതികളിൽ അതേക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അല്ലെ? ചിതയിലെ വെളിച്ചം, അതൊക്കെ മനഃശാസ്ത്രപരമായ ഫ്രോയിഡിയൻ ചിന്തകൾ എങ്ങനെയാണ് നമ്മൾ സാഹിത്യ നിരൂപണത്തിന് ഉപയുക്തമാക്കിയിട്ടുള്ളത്. ലക്കാൻ, യൂങ്, അല്ലേ, ഫ്രോയിഡ്, ഇവരുടെയൊക്കെ കൃതികൾ, അവരുടെ രചനകളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നിരൂപണത്തിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ, ഇതൊക്കെ നമുക്ക് അവിടെ ആ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലേ? ആധുനിക ഉത്തരാധുനിക വിമർശനത്തിൻ്റെ പൊതു സവിശേഷതകൾ, ഇപ്പോൾ KP അപ്പനെ പോലെ, PK രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകളുടെ രചനയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വിമർശന രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ നമ്മൾ ആ ഭാഗത്ത് നന്നായിട്ട് പരിശോധിച്ച് പോവേണ്ടതായിട്ട് ഉണ്ട്. ഇനി
പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ടി.എസ്. എലിയട്ട് എന്നിവരുടെ ചിന്തകൾ ഇവർ നമ്മുടെ മലയാളത്തിലെ നിരൂപകരെ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ടി.എസ്. എലിയട്ടിൻ്റെ രചനകൾ, വിമർശന രീതികളൊക്കെ തന്നെയും മുണ്ടശ്ശേരിയൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മാർസിയൻ സൗന്ദര്യ ദർശനം, അസ്തിത്വ ദർശനം, ആധുനിക ഉത്തരാധുനിക ചിന്തകൾ, ദളിത് പരിസ്ഥിതി സ്ത്രീവാദ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ നിരൂപണ മേഖലയെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നും അതിൻ്റെയൊക്കെ പൊതു സവിശേഷതകൾ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് അവിടെ ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം വരുന്നത് പൗരസ്ത്യ സിദ്ധാന്തങ്ങളാണ്. കവി, കാവ്യം, സഹൃദയൻ ഇവയെക്കുറിച്ചിട്ടുള്ള വിഭിന്നതകളായിട്ടുള്ള നിർവചന ഉണ്ട്. ഈ നിർവചനങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. രസം, ധ്വനി, അലങ്കാരം എന്നിവ രസസിദ്ധാന്തങ്ങൾ, രസസിദ്ധാന്ത വ്യാഖ്യാനങ്ങൾ അതേക്കുറിച്ചൊക്കെ, ധ്വന്യാലോകം, ആനന്ദവർദ്ധനെക്കുറിച്ച്, ഭരതമുനിയെക്കുറിച്ച്, വക്രോക്തിവാദം വക്രോക്തി സിദ്ധാന്തം ആ രീതിയിലുള്ള അവരുടെ കവിതയെക്കുറിച്ച്, രസത്തെക്കുറിച്ച്, ധ്വനിയെക്കുറിച്ചിട്ടുള്ള നിർവചനങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒക്കെ നമുക്കവിടെ നോക്കണം. അതേപോലെ വൃത്തം, തിണസങ്കല്പങ്ങൾ, ദ്രാവിഡ കാവ്യസങ്കല്പങ്ങൾ എന്തെല്ലാമാണ് തിണസങ്കല്പങ്ങൾ എന്നീ സിദ്ധാന്തങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിച്ച് അതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ കുറിപ്പുകൾ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് മൊഡ്യൂൾ നമ്പർ 5 മൊഡ്യൂൾ നമ്പർ 5 എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രം ഭാഷാശാസ്ത്രം, ഭാഷാചരിത്രം, വ്യാകരണം. ഭാഷയെക്കുറിച്ചുള്ള നിർവചനം, സ്വനിമം, രൂപിമം, സ്വനം, സ്വനിമം, രൂപിമം, വാക്യം സ്വനിമ വിജ്ഞാനം, രൂപിമ വിജ്ഞാനം അതിൻ്റെ നിർവചനങ്ങൾ, ഉദാഹരണങ്ങൾ ഒക്കെ നമുക്ക് ഒരു ഏകദേശ ധാരണ, അപ്പോൾ 2-3 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അർത്ഥ വാക്യാർത്ഥങ്ങൾ അപ്പോൾ ആ രീതിയിൽ മലയാള ഭാഷയുടെ ഉൽപ്പത്തി, ഭിന്നവാദങ്ങൾ, സംസ്കൃതജന്യവാദം ഏത് ഗ്രന്ഥത്തിലാണ് കോവിഡ് നെടുങ്ങാടി, ആറ്റൂര് അതേപോലെ തന്നെ ഇളംകുളം കുഞ്ഞമ്പിള്ള, റോബർട്ട് കാഡ്വൽ, അതേപോലെ തന്നെ ഈ സംക്രമണവാദം, C.L. ആൻ്റണിയുടെ വാദങ്ങൾ, സംസ്കൃതജന്യവാദം, സ്വതന്ത്രവാദം, ഉപശാഖാവാദം, ഭാഷാ സംക്രമണവാദം, അതിൻ്റെ വക്താക്കൾ, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ, ഏത് കൃതിയിലാണ് ഈ വാദം ഉന്നയിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് ദ്രാവിഡ ഭാഷയുടെ സ്വഭാവങ്ങൾ, അതേപോലെ തന്നെ ക്ലാസിക് ഭാഷ, ക്ലാസിക് പദവി കിട്ടിയിട്ടുള്ള ഭാഷകൾ, ദ്രാവിഡ ഭാഷകൾക്ക് ഏതെല്ലാം കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ ഭാഷകളാണ് ദ്രാവിഡ ഭാഷകളിൽ വരുന്നത്, പഞ്ചഭാഷകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ ചർച്ച ചെയ്യാനായിട്ടുള്ളത്. അതേപോലെ തന്നെ അക്ഷരമാല, ശബ്ദവിഭാഗം, ഭാഷയിലെ ശബ്ദങ്ങളെ മുഴുവൻ രണ്ടായി തിരിക്കുന്നത്, വാചകമെന്നും ദ്യോതകമെന്നും തിരിക്കുന്നത്, ദ്യോതകത്തിൻ്റെ വിഭിന്ന വിഭാഗങ്ങൾ, ഗതിഘടകം, വ്യാക്ഷേപകം നാമവിഭാഗം, നാമത്തിൻ്റെ സവിശേഷതകൾ ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം, സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം, സർവനാമത്തിൻ്റെ വിഭാഗങ്ങളായിട്ടുള്ള ഉത്തമപുരുഷ സർവനാമം, മധ്യമപുരുഷ സർവനാമം, പ്രഥമപുരുഷ സർവനാമം, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ചോദിക്കാം. അതൊക്കെ നമ്മൾ ഈ HSTയും HSST പരീക്ഷകളൊക്കെ കാണാറുണ്ട്. അതേപോലെ ക്രിയാവിഭാഗം എന്താണ് ക്രിയ? കൃതി എന്ന് പറഞ്ഞാൽ ക്രിയ തന്നെയാണ് എന്താ ക്രിയ? കേവലക്രിയ, പ്രയോജകക്രിയ, കാരിതക്രിയ, അകാരിതക്രിയ, സകർമ്മക്രിയ, അകർമ്മക്രിയ, മുറ്റുവിന, പറ്റുവിന, പേരച്ചം, വിനയച്ചം, മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പക്ഷിക വിനയച്ചം, നടുവിനയച്ചമൊക്കെ HSSTക്ക് കഴിഞ്ഞ HSSTക്ക് ചോദിച്ചിട്ടുണ്ട്. താഴെ കൂടുതൽ നടുവിനയച്ചത്തിന് ഉദാഹരണം ഏത്? താഴെ കൂടുതൽ മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏത്? 4 ഉദാഹരണങ്ങൾ തന്നിട്ട് മുൻവിനയച്ചം കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്. ശുദ്ധഭേദകം, സാങ്ക്യഭേദകം, സാർവനാമിക ഭേദകം, പാരിമാണികം, വിഭാവകം, നാമാങ്കജം, ക്രിയാങ്കജം അതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങൾ വിശേഷണങ്ങൾ, നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണം എന്നുള്ള അതിൻ്റെ മറ്റൊരു വിഭാഗം. ഇതേക്കുറിച്ചെല്ലാം നമുക്ക് ഏതാണ്ടൊരു ഓരോ വിഭാഗത്തിൽ 2-3 ഉദാഹരണങ്ങൾ നമ്മുടെ കൈവശം വേണം. വാക്യവിചാരം എന്നിവയെ മുൻനിർത്തിയുള്ള പഠനമാണ് അതിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വ്യാകരണ വിഭാഗങ്ങളെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇത്രയുമാണ് വ്യാകരണത്തിൽ ഇത്രയേ തന്നിട്ടുള്ളൂ. പക്ഷേ വ്യാകരണം പൊതുവായിട്ട് നമുക്ക് വചനം, ലിംഗം തത്സമം, തൽഭവം, അന്യഭാഷയിൽ നിന്ന് വന്ന പദങ്ങൾ, തൽഭവത്തിൻ്റെ സവിശേഷത, തൽഭവത്തിൻ്റെ ഉദാഹരണങ്ങൾ, പ്രകാരം, അനുപ്രയോഗം, തദ്ധിതം തദ്ധിതത്തിൻ്റെ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാകരണത്തെക്കുറിച്ച് ഇത്രയേ ഇവിടെ തന്നിട്ടുള്ളൂ എങ്കിൽ പോലും വ്യാകരണം തുടങ്ങിയവ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന മറ്റു പ്രത്യേകതയുള്ളവ തന്നെയൊക്കെ നോക്കി പോവേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് മാധ്യമ പഠനം, അച്ചടി മുതൽ സൈബർ വരെ.
മാധ്യമ പഠനം ഇന്ന് വളരെ വികാസം പ്രാപിച്ചിട്ടുള്ള ഒന്നാണ് മാധ്യമ പഠനം, മാധ്യമ ഭാഷ, അല്ലേ, മാധ്യമ വിമർശനം ഒക്കെ തന്നെ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അച്ചടിയുടെ ആരംഭം, അച്ചടിയുടെ പിതാവ് CMS പ്രസ് മുതൽ ബെഞ്ചമിൻ ബെയ്ലി മുതൽ ഇങ്ങോട്ടുള്ള മലയാളത്തിലെ അച്ചടി, ഇല്ലിക്കുന്ന് തലശ്ശേരിയിലെ രാജ്യസമാചാരം മുതൽ ഇങ്ങോട്ട് ഇല്ലിക്കുന്നിൽ നിന്ന് ഗുണ്ടർട്ടിൻ്റെ ആദ്യത്തെ രാജ്യസമാചാരം, അതിനുശേഷം വരുന്ന ഒരുപാട് മാസികകളുണ്ട് നമുക്ക്, അല്ലേ, പത്രങ്ങളുണ്ട്. ഇതേക്കുറിച്ചെല്ലാം ഒരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സൈബർ മാധ്യമം, ഇന്ന് വളരെ വികാസം പ്രാപിച്ചിട്ടുള്ള സൈബർ മാധ്യമം, സൈബർ മേൽലോകത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ, മാധ്യമ ചർച്ചകൾ, അല്ലേ, അതേക്കുറിച്ച്. അച്ചടിയുണ്ട്, റേഡിയോ, ടെലിവിഷൻ, അല്ലേ, ഇതൊക്കെ തന്നെയും നമ്മുടെ ഇത് ആരംഭിച്ചത് എപ്പോഴാണ്, ടെലിവിഷൻ മലയാളം ചാനൽ ആരംഭിച്ചത് എപ്പോഴാണ്, അല്ലേ, ആ രീതിയിലൊക്കെ തന്നെയും ചോദ്യങ്ങൾ വരാം. റേഡിയോവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ അച്ചടിയുടെ ചരിത്രം എവിടെയാണ് ആരംഭിക്കുന്നത്, കല്ലച്ചിൽ തുടങ്ങിയത് ഇന്ന് ടെലിപ്രിൻ്ററുകൾ വന്നു കിടക്കുന്ന വാർത്തകളെടുത്ത് ടൈപ്പ് ചെയ്ത് നിരത്തി പത്രം ലക്ഷക്കണക്കിന് കോപ്പികളൊക്കെ നിമിഷ നേരം കൊണ്ട് അച്ചടിച്ചിവിടെ ഇന്നത്തെ രീതിയിലേക്ക് വന്നിട്ടുള്ള അതിൻ്റെ വലിയ വികാസത്തിൻ്റെ ചരിത്രമുണ്ട് അച്ചടിക്ക്, അല്ലേ. പത്രമാസികകളുടെ വളർച്ച, വിവിധ ഘട്ടങ്ങൾ, അല്ലേ. അതേപോലെ തന്നെ റേഡിയോ പ്രക്ഷേപണ ചരിത്രം, എന്നാണ് മലയാളം പ്രക്ഷേപണം ആരംഭിച്ചത്, റേഡിയോയുടെ ചരിത്രം, അല്ലേ. ജേർണലിസം, ടെലിവിഷൻ പ്രക്ഷേപണ ചരിത്രം, എന്നാണ് ഈ മലയാള പ്രക്ഷേപണം ആരംഭിച്ചത്, ഇന്ത്യയിൽ എപ്പോഴാണ് ഇത് ആരംഭിച്ചത്, അതുപോലെ ചോദ്യങ്ങളുണ്ട്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, അതേപോലെ നവമാധ്യമങ്ങൾ, അതേപോലെ തന്നെ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് വരെ ഉള്ള നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ വരെ നമുക്ക് ചോദ്യമായിട്ട് വന്നേക്കാം. അതേപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 7, അല്ലേ, അതിൽ ദൃശ്യകല, ആട്ടക്കഥ, തുള്ളൽ, നാടകം, സിനിമ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ദൃശ്യകലകളുടെ മഹത്തായ ഒരു പാരമ്പര്യം, കൂത്തുകൂടിയാട്ടം, പാടകത്തിൻ്റെ ഒരു മഹത്തായ പാരമ്പര്യം നമുക്കുണ്ട്, അല്ലേ. അതിൽ ആട്ടക്കഥ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ. ആട്ടക്കഥ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിൽ നിന്ന് 1-2 ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലേ. ആട്ടക്കഥ വളർച്ചയും വികാസവും, ആട്ടപ്രകാരവും ക്രമദീപികയും, അല്ലേ. മണിപ്രവാളത്തിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം കാണുന്നതാണല്ലോ ആട്ടപ്രകാരത്തിലും മണിദീപികയിലുമെല്ലാം. എങ്ങനെ ആടണമെന്നുള്ളതാണ് ആട്ടപ്രകാരം, സ്റ്റേജിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണമെന്നുള്ളതാണ് ക്രമദീപിക, അല്ലേ. തോലൻ്റെ കൃതികൾ, തോലൻ്റെ ശ്ലോകങ്ങൾ, ഒറ്റ ശ്ലോകങ്ങളിലൊക്കെ തന്നെ മണിപ്രവാളത്തിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം കാണുന്നത് എന്ന് പറയുന്നുണ്ട്, അല്ലേ. വള്ളത്തോളും കേരള കലാമണ്ഡലം, വള്ളത്തോൾ സ്ഥാപിച്ചത് ആദ്യം അതൊരു ട്രസ്റ്റായിരുന്നു എന്നും പിന്നീട് വള്ളത്തോൾ, അല്ലേ, കലാമണ്ഡലം ആയി മാറുകയും അതിൽ മുകുന്ദരാജ് അദ്ദേഹത്തെ സഹായിച്ചതും അദ്ദേഹം അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ, അല്ലേ, അതൊക്കെ തന്നെയും അവിടെ വരുന്നുണ്ട്. തുള്ളൽ, അല്ലേ, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, തുള്ളലിൻ്റെ ഉത്ഭവം, വിവിധതരം തുള്ളലുകൾ, ഓട്ടംതുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയൻതുള്ളൽ, അദ്ദേഹത്തിൻ്റെ 40-45-50ഓളം കൃതികൾ, കല്യാണ സൗഗന്ധികം പോലും ആദ്യകാല തുള്ളൽ, അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാഷ, തുള്ളലിലെ സാമൂഹ്യ വിമർശനം, ഇതൊക്കെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ഹാസ്യ സമ്രാട്ട്, അല്ലേ, കൈരളിയുടെ പൊട്ടിച്ചിരി, ഇതൊക്കെ ആ ഭാഗത്ത് വരാവുന്ന ചോദ്യങ്ങളാണ്. പ്രധാനപ്പെട്ട തുള്ളൽ കൃതികൾ, നമ്പേരുടേതല്ലാത്ത തുള്ളൽ കൃതികൾ വേളയുമുണ്ടല്ലോ. ഓക്കെ, നാടകം, മലയാള നാടകത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ ആദ്യകാല ചരിത്രം മുതൽ തമിഴ് സംഗീത നാടകങ്ങളെ പിൻപറ്റിയിട്ടുണ്ടായിട്ടുള്ള KC കേശവപിള്ളയുടെ സദാരാമ പോലുള്ള കൃതികൾ, അല്ലേ. അപ്പോൾ ആദ്യകാല സംഗീത നാടകങ്ങൾ. പിന്നീട് നാടകത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. മറിയാമ്മ നാടകം ആദ്യത്തെ സാമൂഹ്യ നാടകം. പിന്നീട് ദാമോദരൻ്റെ പാട്ടബാക്കി, രാഷ്ട്രീയ നാടകം. പിന്നീട് പുരാണ നാടകത്രയങ്ങൾ, കാവാലത്തിൻ്റെ കൃതികൾ, അല്ലേ, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത, അല്ലേ, ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത, പുരാണ നാടകത്രയം, കലി പോലുള്ള ആദ്യകാല നാടകങ്ങൾ, തനത് നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, അല്ലേ. അതേപോലെ തന്നെ രചനയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, സംഗീത നാടകം, സാമൂഹ്യ നാടകം, രാഷ്ട്രീയ നാടകം, നവീന സങ്കല്പങ്ങൾ, ഇബ്സനിസം, മലയാളത്തിലെ ഇബ്സൻ, N കൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ ഭഗ്നഭവനം, കന്യക, ആദ്യത്തെ പ്രശ്ന നാടകം, ഇബ്സനെ പോലെ രചനകൾ നടത്തിയിട്ടുള്ള ഒരുപാട് കൃതികൾ, അല്ലെ, അനുരഞ്ജനം പോലുള്ള കൃതികൾ, അബ്സേർഡ് നാടകം, ഇംപ്രഷനിസ്റ്റ് നാടകം, തനത് നാടകം, കാവാലം, ഇതൊക്കെ തന്നെ ആ ഭാഗത്ത് വരുന്നതാണ്. സിനിമ, മലയാള സിനിമയും ലോക സിനിമയും, അല്ലേ, ലോക സിനിമയുടെ ചുവടിച്ചുകൊണ്ട് തിരക്കഥകൾ, ശ്രദ്ധേയമായ തിരക്കഥകൾ, ഇന്ത്യയിലെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, ഇതൊക്കെ തന്നെയും ആ ഭാഗത്ത് വരാവുന്നതാണ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം, മലയാള സിനിമയുടെ ലഘുചരിത്രം, അല്ലേ, അതേപോലെ തന്നെ കണ്ടം വെച്ച കോട്ടും ചെമ്മീനും, പ്രസിഡന്റിൻ്റെ വെള്ളി മെഡൽ നേടുന്ന സിനിമകൾ, സ്വർണ്ണ മെഡൽ നേടുന്ന സിനിമകൾ, വളർച്ച, വികാസം, തിരക്കഥകൾ,
MTക്ക് തിരക്കഥകൾ കിട്ടിയ സിനിമ ഏതൊക്കെ സിനിമകൾക്ക് തിരക്കഥകൾക്കാണ് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്? ഇല്ലേ, പെരുന്തച്ചൻ, ഒരു വടക്കൻ വീരഗാഥ, ഇതൊക്കെ തന്നെയും ആ ഭാഗത്ത് തിരക്കഥയുമായി ബന്ധപ്പെട്ട്, സിനിമയുമായി ബന്ധപ്പെട്ട്, സിനിമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ് ഈ സാഹിത്യകൃതികൾ. ആദ്യം സിനിമയാക്കപ്പെട്ട നോവൽ ഏതെന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. പിന്നീട് ഒരുപാട് നോവലുകൾ സിനിമയായിട്ടുണ്ട്, ചെറുകഥകൾ സിനിമയായിട്ടുണ്ട്. അതിന് അതേപോലെ നിർമാല്യം, പള്ളിവാളും കാൽച്ചിലമ്പും എപ്പോഴും ചോദ്യങ്ങളിൽ കാണാറുണ്ട്. PG ആൻ്റണിക്ക് ദേശീയ പുരസ്കാരം കിട്ടുന്നത് നടന്, അല്ലേ, പള്ളിവാളും കാൽച്ചിലമ്പും അല്ലേ എന്ന് പറയുന്ന കഥയെ അടിസ്ഥാനമാക്കി MT തന്നെ നിർമ്മാണം ചെയ്ത് പുറത്തിറക്കിയതാണ് എന്ത്, നിർമാല്യം, അല്ലേ, PG ആൻ്റണി. ഇതൊക്കെ തന്നെയും എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒരു ചരിത്രം. അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ ഒക്കെ ചോദ്യങ്ങളിൽ കാണാറുണ്ട്, അല്ലേ. ഓക്കെ, അടുത്തത് മൊഡ്യൂൾ നമ്പർ 8, അല്ലേ. 10 മാർക്ക് എന്ന് കാണിച്ചത് കൃത്യം 10 മാർക്കല്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരള സംസ്കാര പഠനമാണ്, കേരള സംസ്കാരവും നാടോടി വിജ്ഞാനവും, അല്ലേ. അപ്പോൾ അതിൽ കേരള സംസ്കാരം നമ്മുടെ ഒരു വിഷയമാണ്. നാടോടി വിജ്ഞാനം, ഫോക്ലോറൊക്കെ അവിടെയാണ് വരുന്നത്. സംസ്കാര പഠനത്തിന് സഹായമാകുന്ന ഉപാധികൾ, ആര്യന്മാരുടെ ആഗമനം, അല്ലേ, സാംസ്കാരിക സമന്വയം, മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, സാംസ്കാരിക മേഖലകളിലുണ്ടായിട്ടുള്ള മുന്നേറ്റം, പാശ്ചാത്യരുടെ ആഗമനം, നവോത്ഥാനം, ജനകീയ മുന്നേറ്റങ്ങൾ, അല്ലേ, നവോത്ഥാന നായകന്മാർ, ശ്രീനാരായണ ഗുരു, അതുപോലുള്ള നവോത്ഥാന നായകന്മാരുടെ ഈ VT ഭട്ടതിരിപ്പാടിൻ്റെ സാമൂഹ്യ മുന്നേറ്റങ്ങൾ, EMSൻ്റെ ഒക്കെ ഒരു കാലഘട്ടമുണ്ടല്ലോ, നമ്പൂതിരി സമുദായം, അല്ലേ, ജനകീയ മുന്നേറ്റങ്ങൾ, ഐത്തോച്ചാരണം, ഐക്യകേരള പ്രസ്ഥാനം, അല്ലേ, ഐക്യകേരളം, ആധുനിക ഉത്തരാധുനിക കാലഘട്ടത്തിലെ സാംസ്കാരിക വ്യതിയാനങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫോക്ലോറിനെ കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടാവണം. എന്താണ് ഫോക്ലോർ പറയുന്നത്? ഫോക്ലോർ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ സവിശേഷതകൾ, ഫോക്ലോറിൻ്റെ ധർമ്മങ്ങൾ, അല്ലേ. ഫോക്ലോർ എന്ന് പറയുന്ന ലോകത്ത് വികാസം പ്രാപിക്കുമ്പോൾ അതിൻ്റെ ഒരു രൂപചരിത്രം, അല്ലേ. ഓക്കെ, ഫോക്ലോർ ജനുസുകൾ, സാംസ്കാരിക പഠനത്തിൽ നാടോടി വിജ്ഞാനീയത്തിൻ്റെ പങ്ക് എന്നൊക്കെ കുറിച്ച് ഏതാണ്ട് ഒരു സാമാന്യ ധാരണ നമുക്കുണ്ടാക്കി വെക്കേണ്ടതുണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ മൊഡ്യൂളുകളാക്കിയിട്ട് നിങ്ങളിൽ എത്തിക്കുന്നതാണ്, അല്ലേ. അപ്പോൾ ആ രീതിയിൽ ആണ് നമ്മൾ ഇതേക്കുറിച്ച് പഠിച്ച് പോവേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ഒരു ചിത്രം, ഏതാണ്ട് ഒരു ചിത്രം, അതിൻ്റെ ഒരു രൂപരേഖ ഞാൻ തന്നു കഴിഞ്ഞു, അല്ലേ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇപ്പോൾ പ്രഫ് സ്കെയിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരോടൊപ്പം ഈ ക്ലാസ്സുകളെല്ലാം നയിക്കാൻ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. അതാണ് തരാനുള്ള അറിയിക്കാനുള്ള ഒരു കാര്യം. ഇനി ഇതൊക്കെ പഠിച്ചു പോകുമ്പോഴൊക്കെ തന്നെയും നമ്മുടെ നോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു സൈഡിൽ നിന്ന് പ്രഫ് സ്കെയിൽ ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കി കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങളും ഇതിനോടൊന്നിച്ച് നീങ്ങേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരുന്ന നോട്ടിന് പുറമെ നിങ്ങളും പറ്റുമെങ്കിൽ ചില പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു 10, 25, 30ൻ്റെ ഉള്ളിൽ ലിസ്റ്റിൽ കയറണം. അത് നമ്മൾ കയറും. നമ്മളങ്ങ് ഒരുങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലേ, പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നിങ്ങളങ്ങ് ഇറങ്ങി നിശ്ചയദാർഢ്യത്തോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വലിയ സമൂഹം, ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രഫ് സ്കെയിൽ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മുൻകാല അനുഭവങ്ങൾ അതാണ്. നമ്മുടെ LP UP പരിശീലനം നേടിയ കുട്ടികളോട് ചോദിച്ചാൽ മതി. ഇതുവരെ ഓരോ ഘട്ടങ്ങളിലും അവരോടൊപ്പം നമ്മൾ ഉണ്ടായിട്ടുണ്ട്, പരീക്ഷ വരെ. ഇനി പരീക്ഷ കഴിഞ്ഞാലും നമ്മൾ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എന്നിങ്ങനെയാണ് ഇൻ്റർവ്യൂവിനൊക്കെ സമീപിക്കുന്നത്. ഞാൻ അതിലേക്ക് പോവുകയല്ല, മറിച്ച് അവസാന ഘട്ടം വരെ, അല്ലേ, ജോലി കയറുന്നത് വരെ നമ്മൾ പിന്നാലെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രഫ് സ്കെയിൽ നൽകുന്നൊരു ഉറപ്പെന്ന് പറയുന്നത്. അപ്പം നോക്കൂ നിങ്ങൾ, അപ്പോൾ അവിടെ എന്താണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ടുള്ള ചില പുസ്തകങ്ങളുടെ പേരുകൾ, ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്ന് പറയുകയല്ല, മറിച്ച് നിങ്ങൾ പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ പലപ്പോഴും നമുക്കറിയാം ഇതൊരു വലിയ അലകടൽ പോലെ കിടക്കുന്നതാണല്ലോ സിലബസ്. നമ്മൾ 3 കൊല്ലം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ കാച്ചി കുറുക്കി എടുത്തിട്ട് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പല സംശയങ്ങളും പല ഘട്ടങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ റെഫർ ചെയ്യാനായിട്ട് ചില ഗ്രന്ഥങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുകയാണ്. അതിൽ മലയാള കവിതയെക്കുറിച്ച് ഒരു മൊഡ്യൂളിൽ, 1ാമത്തെ മൊഡ്യൂള് മലയാള കവിത എന്ന് പറയുന്ന മൊഡ്യൂള്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി വിവരം തരാൻ പറ്റുന്ന ഒരു കൃതിയാണേത്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമാണേത്
മലയാള കവിതാ സാഹിത്യ ചരിത്രം നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാകും. കാരണം ഡിഗ്രിക്കും അതുപോലെ തന്നെ പി ജിക്കൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ നിശ്ചയമായും റെഫർ ചെയ്യേണ്ടുന്ന ഒരു പുസ്തകമാണ് മലയാള കവിതാ സാഹിത്യ ചരിത്രം. അവിടെ ചരിത്രം മലയാള നാടൻ പാട്ട് മുതൽ ഇങ്ങോട്ട് വളരെ കൃത്യമായിട്ട് ആധികാരികമായിട്ട് വളരെ കുറഞ്ഞ വളരെ തെറ്റൊന്നുമില്ലാത്ത വളരെ നല്ലൊരു പുസ്തകമാണ് ഇത്. മലയാള കവിതാ സാഹിത്യ ചരിത്രം നിങ്ങൾ പറ്റുമെങ്കിൽ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്ത് റെഫർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നീട് വരുന്നത് ഡോക്ടർ കെ എം ജോർജ് എഡിറ്റ് ചെയ്തിട്ടുള്ള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന് പറയുന്ന അതിൻ്റെ ആദ്യത്തെ വോള്യം എന്ന് പറയുന്നത്. അതിൽ ഓരോ ടോപ്പിക്കും ഓരോ പ്രഗത്ഭരായിരിക്കുന്ന ആളുകളാണ് കൈകാര്യം. അത് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളുടെ ഇന്ന് ടോപ്പിക് ആരാണ് കൈകാര്യം ചെയ്തതെന്ന് വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓരോ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളാണ് അത് ഓരോ ഭാഗവും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് ഓരോ പഠന ഗ്രന്ഥങ്ങളാണ് ശരിക്കും. നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നീട് നമ്മുടെ കേരള ഇബ്സൻ്റെ മലയാളത്തിലെ ഇബ്സൻ്റെ ഏതാണ് എൻ കൃഷ്ണപിള്ളയുടെ കൈരളിയുടെ കഥ. അത് വളരെ ആധികാരികവും സമഗ്രവുമാണ്, സംക്ഷിപ്തമാണ് എന്നുള്ളതാണ്. പക്ഷേ വിവരങ്ങളെല്ലാം ആധികാരികമാണെന്നുള്ളതാണ് അല്ലേ. പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ വളരെ മികച്ചൊരു ഗ്രന്ഥമാണ് കൈരളിയുടെ കഥ. നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. വലിയ വലിപ്പമൊന്നുമില്ലാത്ത പുസ്തകമാണ്. നമുക്കത് വായിച്ച് അല്ലേ വലിയ റീഡബിലിറ്റി ഉള്ളൊരു ബുക്കാണ്. പിന്നീട് വരുന്ന വിശ്വസാഹിത്യ ദർശനങ്ങൾ, നെല്ലിക്കൽ മുരളീധരൻ്റെ വിശ്വസാഹിത്യ ദർശനങ്ങൾ. അത് നമ്മുടെ കയ്യിൽ വാങ്ങണമെന്നില്ല, നിങ്ങൾക്ക് ലൈബ്രറിയിൽ നിന്നൊക്കെ കിട്ടുന്നത്. അതൊക്കെ എടുത്തിട്ട് അതിൽ പ്രധാനപ്പെട്ടുള്ള നൂതന പ്രവണതകൾ, പാശ്ചാത്യ ലോകത്തുണ്ടായിട്ടുള്ള പരിവർത്തനങ്ങളൊക്കെ തന്നെയും ഉണ്ട് അല്ലേ. അതേപോലെ കേസരിയെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. പാശ്ചാത്യ മേഖലയുണ്ടായിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചും നമ്മുടെ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, കാൽപ്പനിക പ്രസ്ഥാനം, അതേപോലെ തന്നെ റൊമാൻറ്റിസം, അതേപോലെ പിന്നെ റിയലിസം, അതേപോലെ ഒരുപാട് ക്ലാസിസം, നവക്ലാസിസം, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന കൃതിയാണ് ഏത് നെല്ലിക്കൽ മുരളീധരൻ്റെ വിശ്വസാഹിത്യ ദർശനങ്ങൾ. ഇതൊക്കെ നമ്മുടെ കൈവശം ഉണ്ടാകുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ മറ്റൊരു റെഫറൻസ് ഗ്രന്ഥത്തിലും അതിൻ്റെ രണ്ടാം ഘട്ടം ഏതാണ് ആധുനിക മലയാള സാഹിത്യ ചരിത്രം. അത് കുറേ കൂടി പരിഷ്കരിച്ച പതിപ്പാണ് അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം വ്യാകരണം നമുക്കൊരു പ്രധാന മേഖലയാണ്. ഇപ്പോൾ കേരള പാണിനിയുടെ 6 നയങ്ങളിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട സന്ധി, സമാസം അതൊക്കെ എപ്പോഴും നമ്മൾ ചോദ്യത്തിൽ കാണാറുള്ളതാണ്. സന്ധി, സമാസം, വിഭക്തി, നാമം, ക്രിയ, തദ്ധിതം, ഭേദകം, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് അറിയാവുന്ന ഗ്രന്ഥമാണ്. ഇത് മുഴുവൻ വായിക്കണമെന്നല്ല, നമ്മൾ ടോപ്പിക്കിലുള്ള ഭാഗം എടുത്തിട്ട് നമുക്ക് ഏറ്റവും ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രന്ഥമാണ്. അത് നിങ്ങൾ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ. ഇതെല്ലാം നിങ്ങൾ റെഫർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അതൊക്കെ കയ്യിലുള്ളത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് നിങ്ങൾ പരിശോധിക്കണം അല്ലേ. ഭാഷാശാസ്ത്രത്തിൽ നിന്ന് 3-4 ചോദ്യങ്ങൾ, 2-3 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നീടാണ് എന്താണ് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിൻ്റെ. അത് 1ാം വോള്യം. ഇപ്പോൾ കവിതയായിട്ട് പഠിക്കുമ്പോൾ, ഇപ്പോൾ പ്രാചീന കവിത പഠിക്കുമ്പോൾ, മധ്യകാല കവിത പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും റെഫർ ചെയ്യേണ്ടതാണ് 1ാമത്തെ വാള്യം. പ്രധാനമായിട്ട് അതിൽ വളരെ ആധികാരികമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇതേ സംബന്ധിച്ച് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ നിങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ നിങ്ങൾ ഇതിലേക്ക് പ്രസ് സ്കെയിലിലേക്ക് വിളിച്ച് നമുക്ക് അതിൻ്റെ ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും അഭ്യർത്ഥിക്കുവാനുള്ളത്. അപ്പോൾ സിലബസ് പരിചയപ്പെടുത്തുക എന്നുള്ള ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.